നമ്മളെ ഒരു പുതിയ കാർ എടുക്കുമ്പോൾ ഒരു സൈക്കോളജി എന്താ അറിയോ? ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ ഒരു കാർ എടുക്കാൻ ഒരു ഡിസിഷൻ ആവുക എന്നുള്ളത് കുറേ ഇയേഴ്സായിട്ട്, ഒരു 4 ഇയേഴ്സും 5 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സൊക്കെ ആയിട്ടുള്ളൊരു ഡ്രീമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഒരു കാർ എടുക്കാൻ പ്ലാനായി. അപ്പോൾ ഈ കാർ എടുക്കാൻ പ്ലാൻ ആകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഡീലർ അല്ലെങ്കിൽ ഒരു യൂസർ കാർ ഡീലറൊക്കെ എന്ത് ചെയ്യും, നമ്മളായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഏത് വെഹിക്കിളാണ് നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സംസാരിച്ച് നമ്മൾ വെഹിക്കിൾ എടുക്കാമെന്ന് ഓക്കെ ആയിട്ട് ഒരു ബുക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി നമ്മുടെ തിരക്ക്. പിന്നെ എപ്പോൾ കിട്ടും വണ്ടി. ഈ ഒരു സംഭവം ഭയങ്കര പ്രോബ്ലമാണ്. നമ്മൾ ഒരു വെഹിക്കിൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീലർഷിപ്പിന് അല്ലെങ്കിൽ നമുക്ക് ആ വെഹിക്കിൾ തരേണ്ട ആൾക്ക് ഒരു സമയം നമ്മൾ കൊടുക്കണം. ആ സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് അത് അത്യാവശ്യം ഡിലേ വരുന്ന സംഭവം, OTP എടുത്ത് ആധാർ OTP അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ NRI കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് OTP പോകാൻ ലേറ്റായി പോകില്ലേ, അക്ഷയയിൽ പോയിട്ട് പിന്നീട് റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട്. ഡീലർഷിപ്പിന് നമ്മളെ കൺസൾട്ടൻ്റായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ഡെലിവറി ഫാസ്റ്റായിട്ട് തന്നെ കിട്ടും.